ജെറുസലേം മതിൽ പണിതവർ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പണിയായുധവുമായി പണിതതുപോലെ, വാള് ശത്രുവിനെ ഓടിക്കാൻ, പണിയായുധം ആ മതിലിന്റെ പണി പൂർത്തിയാക്കുവാൻ ആയതുപോലെ സകല ശുശ്രൂഷകൾ പലപ്പോഴും ശത്രുവിനെ ഓടിച്ചെങ്കിൽ മാത്രമേ പണി നടക്കൂ. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ചിന്ത ഉണ്ടാകും, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ പ്രഭു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഭക്തി. ശ്രദ്ധിച്ചേ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മള് ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ ദാസന്മാരും മാത്രമല്ല. ഇതിന്റെ വചനം പറയുന്നു, ക്രിസ്തയേശുവിന്റെ നല്ല പഠന, as a good soldier of Christ, as a good soldier of Christ, ക്രിസ്തുവിന്റെ നല്ലൊരു പട്ടാളക്കാരനായ നല്ലൊരു പഠനായ. അപ്പോ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, as a good soldier. അവിടെ എന്താ ചെയ്യണേ? മനുഷ്യന്റെ തല വെട്ടുവാണോ? വെടിവെച്ച് വീഴ്ത്തുവാണോ? മനുഷ്യരെ അല്ല, പകരം സത്യത്തെ മറച്ചു കളയുന്ന, വെടിവെച്ച് വീഴ്ത്തുന്ന, മറച്ചു കളയുന്ന, ഒതുക്കി കളയുന്ന വ്യക്തിത്വങ്ങളെ എക്സ്പോസ് ചെയ്യുക. സത്യം ഇതാണെന്ന് അറിയിക്കുക. സത്യത്തെ മറയ്ക്കുന്നവൻ പിശാചിന്റെ ദാസനാണ്. സത്യത്തെ വെളിപ്പെടുത്തുന്നവൻ ക്രിസ്തുവിന്റെ ദാസനാണ്. സത്യം എവിടെയാണ്? ഇത് കണ്ടോ, ഈ പുസ്തകത്തിന്റെ പേരാണ് സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിലുള്ളത് വേണം വെളിപ്പെടുത്തും. നിന്റെ വചനമല്ലോ സത്യം. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പിലാത്തോട്, സത്യത്തിന് സാക്ഷി നൽകുവാൻ ഞാൻ വന്നില്ല. അപ്പൊ ക്രിസ്തയേശുവിന്റെ നല്ല ഭടന്മാരെല്ലാം സത്യത്തിന് സാക്ഷി നൽകുകയാണ്. കാരണം എന്റെ പിതാവ് വായിച്ചോളൂ, ഞാൻ നിങ്ങളെയും അയക്കുകയാണ്. ഓരോ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ക്രിസ്തയേശുവിന്റെ നല്ല ഭടനായി എന്നോട് ചേർന്ന് കഷ്ടസ്ഥ. അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ. മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമല്ല, ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹ പാസ്റ്റർ.